ഇന്ന് ചിങ്ങം 2 ചിങ്ങം പിറന്നതോടെ കാർഷിക വിനോദങ്ങൾക്ക് കൂടി തുടക്കമാവുകയാണ്. പാലക്കാട് മലമ്പുഴയിൽ നടന്ന കന്നുപൂട്ട് മത്സരത്തിൽ 100ഓളം ജോഡി കന്നുകളാണ് പൂട്ടുകണ്ടത്തിൽ ഇറങ്ങിയത്. മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് സംഘാടകർ പറഞ്ഞിട്ടുമുണ്ട്. അന്നേരം നമുക്ക് ആ വിശേഷം കാണാം. ചെളി നിറഞ്ഞ കണ്ടത്തിൽ കാളക്കൂറ്റന്മാർ കുതിച്ചു പാഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ ആർപ്പുവിളികളും ആരവങ്ങളും നിറഞ്ഞു. 100 ജോഡി കന്നുകളാണ് മലമ്പുഴയിലെ പൂട്ടുപാടത്ത് ഇറങ്ങിയത്. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ കന്നുകളുമായി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കാലങ്ങൾ പറഞ്ഞ 10-40 കൊല്ലം ഇത് പൂട്ട് തുടങ്ങിയിട്ട് ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ഈ തൊഴിലാണ്. കാർഷിക മേഖലയിൽ ഇങ്ങനെ പൂട്ടി പണിഞ്ഞതേ പണിയാണ്. ഇപ്പോഴും നിർത്തിക്കൊണ്ട് എവിടെ നിർത്തിയില്ല, ഇപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ജയിക്കണം, അതൊരു വാശിയാണ്. ജയിക്കും, തോൽവി അത്ര കണ്ട് അറിഞ്ഞിട്ടില്ല, വിജയം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെ കന്നുകൂട്ട് ഇങ്ങനെ മത്സരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ആവേശമാണ്. തോണിപ്പാടത്ത് ഇതുപോലെ പൂട്ട് വെച്ചിട്ടുണ്ട്. വയനാട്ടിൻ്റെ ദുരന്തം കൊണ്ട് ഇതങ്ങനെ അതിലേക്ക് കൊടുക്കാറുള്ള മത്സരത്തിലൂടെ ലഭിക്കുന്ന പണം വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് ഇതിൽ വല്ല മിച്ചം കിട്ടുകയാണെങ്കിൽ വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ നിധിക്കാണ് നമ്മൾ ഇതിൽ ഫണ്ട് വിനിയോഗിക്കാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്നത്. അതിനുള്ള ഒരു പൂട്ടാണ് കാർഷിക മേഖലയിൽ നിന്ന് ഞങ്ങൾ പാലക്കാട്ടിലെ കർഷകരെ കൂടിയിട്ട് ഒന്ന് ചെയ്തിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ചെതലയിലും കൂടെ അങ്ങനെ നടത്തിയിട്ട് അതിൽ കിട്ടുന്ന വരുമാനവും വയനാട്ടിലേക്ക് കൊടുക്കാനും തോണിപ്പാടത്തൊരു പൂട്ട് വെച്ചിട്ടുണ്ട്. അതിലും കിട്ടുന്ന വരുമാനവും തോണിപ്പാടത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ പൂട്ട് മത്സരത്തിന് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ജില്ലയിൽ 1ാം വിള കൊയ്ത്തിന് ശേഷമാണ് കന്നുപൂട്ട് മത്സരങ്ങൾ ആരംഭിക്കുക. ഈ സീസണിൽ ആദ്യ മത്സരമാണ് മലമ്പുഴയിലേത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.